ഇന്ന് ഉത്സവമായിട്ട് നമ്മൾ ചേച്ചിയുടെ മൂന്നാമത്തെ ചേച്ചിയുടെ വീട്ടിലേക്കാണ്. അവിടെ നിൽക്കുകയാണ്. ശേഷം ബാക്കി കാണിക്കാം. നമ്മുടെ രാവിലത്തെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചിയാണ് ഉണ്ടാക്കുന്നത്. വയ്യാത്ത ചേച്ചിയാണ് ഉണ്ടാക്കുന്നത്. ഒരു ദോശ ഉണ്ടാക്കി. ഹലോ, നമസ്കാരം. രാവിലത്തെ പ്രഭാത ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രഭാത ഭേരി തുടരുന്നു. അങ്ങനെ വയ്യാത്ത ചേച്ചി ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുകയാണ്. ദോശ ഉണ്ടാക്കുക, ചായ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ചായ ഇട്ടിരിക്കുന്നു. പഞ്ചസാര വേണമെന്നുള്ളവർക്ക് പഞ്ചസാര ഇട്ട്, അതിന് പഞ്ചസാര വേണ്ടാത്തവർക്ക് പഞ്ചസാര ഇടാതെയും പഞ്ചസാര വേണം നൽകുന്നതായിരിക്കും. പഞ്ചസാര ഇട്ടും ഉപയോഗിക്കുന്നതായിരിക്കും. ഭക്ഷണം രാവിലത്തെ പ്രഭാത ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദോശയും ചമ്മന്തിക്ക് തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ അരയ്ക്കും. ദോശ ചുടാൻ തുടങ്ങിയതുകൊണ്ട് ചുട്ട് കഴിഞ്ഞിട്ട് അത് അരയ്ക്കുന്നതാണ്. ചായയ്ക്ക് പഞ്ചസാര ആവശ്യമുള്ളവർക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതായിരിക്കും. പഞ്ചസാര വേണ്ടാത്തവർക്ക് പഞ്ചസാര ഇല്ലാതെ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ. ഇന്ന് ഹർത്താൽ ദിവസമാണ്. അതിനാൽ ചമ്മന്തി അരയ്ക്കാനുള്ള ചേച്ചി ചമ്മന്തി അരയ്ക്കാൻ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഉള്ളിയൊക്കെ ചേർത്ത് ഉള്ള ഭക്ഷണമാണ് ഇന്ന് കഴിക്കുന്നത്. ചെറിയ ഉള്ളി ചേർത്ത് ഉണ്ടാക്കുകയാണ്. ഇന്ന് നമുക്ക് അതൊക്കെ ചേർത്ത് കഴിക്കാം. അതൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാ രണ്ടായിട്ടുള്ളൂ. പണ്ടുള്ള ഉള്ളി രക്തത്തിന് ദോഷമാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഗുണവും ദോഷവും ഒക്കെ ആണെന്നാണ് പറയുന്നത്. ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് ഉപയോഗിക്കാം, കുഴപ്പമില്ല. അതെ, ഓക്കെ. രാവിലത്തെ ആഹാരം ദോശയാണ്. നമ്മുടെ ചേച്ചിയുടെ പാചകവും
ഇട്ടുമാണ് ഞാൻ ചമ്മന്തിയും ദോശയും കഴിക്കുകയാണ്. എൻ്റെ ഇന്നത്തെ വ്ളോഗ് ആരംഭിക്കുന്നു. രാവിലത്തെ ഭക്ഷണം ഒന്ന് കഴിച്ച് നോക്കാം. കൊള്ളാം. ഇപ്പോൾ തന്നെ അരച്ചു പുളിക്കാത്ത ദോശ കൊള്ളാം, നല്ലതാണ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക.